കേരളത്തിൽ ഇന്ന് സാമ്പത്തികപരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഒരു സ്ഥലമാണ് വിഴിഞ്ഞം. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് എല്ലാവരും ഷിപ്പുകളെ പറ്റിയും കൺസ്ട്രക്ഷനെ പറ്റിയും പോർട്ടിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. പക്ഷെ എനിക്ക് ആക്ച്വലി വേറൊരു ചോദ്യമാണ് ഉണ്ടായിരുന്നത്. വിഴിഞ്ഞം ഈ പറയുന്ന പോലെ കേരളത്തിന്റെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റുകളിൽ ഒന്നാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും കൂടുതൽ ആളുകൾ ഇതിനെപ്പറ്റി സംസാരിക്കാത്തത്? ഈ വീഡിയോ കൊണ്ട് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കേരളത്തിലുള്ള നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അടുത്തൊരു 10 വർഷത്തിൽ എന്തൊക്കെ തരത്തിലുള്ള അവസരങ്ങളാണ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ അറിയാൻ പോകുന്നത്. കേരളത്തിന് റെയർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കയ്യിൽ വന്നിരിക്കുകയാണ്. By 2030, what we are targeting to do is to be largest port company globally. I anticipate that within the next decade, India will start adding $1 trillion to its GDP every 12 to 18 months. വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാവും. ഇത് 10 വർഷം മുമ്പ് കടന്ന പോലെ അല്ല ഇപ്പോൾ ഇവിടെ. ഇതൊരു വലിയ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ലേ. അപ്പോൾ ഇതിനെ പോസിറ്റീവ് തിങ്കിങ് ആയിട്ട് കൊണ്ട് സപ്പോർട്ട് ചെയ്യുകയാണ്. ഇപ്പം ഇവിടെ ഈ ഹാർബർ വന്നിരിക്കുന്നത് 1ാം സ്ഥാനത്തിലാണ് വന്ന് എത്തിയിരിക്കുന്നത്. കൊച്ചിയിലൊക്കെ ഇതേപോലെ കയറ്റുമതി ഇറക്കുമതിയെ കൊണ്ടുവന്നൊക്കെ ഇറക്കുമല്ല. അത് ഇറക്കുമ്പോൾ 2 മാസം 3 മാസം കഴിഞ്ഞാലും അത് ഇറക്കി തീരുമില്ല. ഇത് ഇവിടെ ഒറ്റ ദിവസം കൊണ്ടെല്ലാം ഇറക്കി തീർക്കുന്നു. തുറമുഖം അവിടെയാണെങ്കിലും കൂടുതൽ അറിയപ്പെടുന്ന സ്ഥലം, ആൾക്കാർ ടൂറിസ്റ്റ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ അത് വന്നിട്ട് ബെനിഫിറ്റ് നമുക്ക് ഉണ്ടെന്ന് തന്നെ പറയും. കാരണം ഇവിടുന്ന് കുറച്ച് പേരൊക്കെ അവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്, അവിടെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളത് എന്തിനാണെന്ന് അവരെ നോക്കി തന്നെ അറിയാൻ പറ്റുള്ളൂ. കൂടുതലും നമുക്ക് ഇല്ലെന്ന് പറയുന്നില്ല, തെറ്റുമുണ്ട് ശരിയുണ്ട്. ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജീവിക്കുന്നവരുണ്ട്, അതുമായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ട്. എന്തായാലും ഡെവലപ്പ് ഉണ്ടാവും. ഇത് മെട്രോ സിറ്റി മാതിരി ആവും അല്ലേ. നല്ലതാണ്, ന്യൂ ജനറേഷന് കുറച്ച് നല്ലതാണ്. പിന്നെ അവരെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അത് ബാധ്യത ഉണ്ടാവും. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇവിടെ ഒന്നിനും സാധ്യതയില്ല. ഞങ്ങളെല്ലാം കേറ്റോട്ട് അടിക്കും. ഞങ്ങൾ നേരത്തെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പദ്ധതി വരുമെന്ന് നമുക്കറിയത്തില്ല. കാരണം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ പ്രായമാണ്, 18 വയസ്സാണെങ്കിൽ നമുക്ക് അത്ര ഇത് വരും എന്നുള്ളൊരു നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. കേൾക്കണ മക്കളാ, ഇത്രയും നേരം നമ്മൾ കണ്ടതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഡിസഗ്രി ഒന്നും ചെയ്യുന്നില്ല ഓപ്പർച്യൂണിറ്റീനെ പറ്റിയിട്ട്. പക്ഷെ ഓപ്പർച്യൂണിറ്റി എത്രത്തോളം വലുതാണ് എന്നുള്ളത് ഇവിടെ ജീവിക്കുന്നവർക്ക് പോലും പ്രോപ്പറായിട്ട് അറിയത്തില്ല. പൊതുവിൽ ആളുകൾ വിചാരിക്കുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഓബ്വിയസ് ആയിരിക്കും എന്നാണ്. നമുക്കത് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന്. പക്ഷെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഇതുപോലെയാണ്. ഒന്നും ഇല്ലായ്മയെന്ന് പലതും റിസ്ക് എടുത്ത് ഉണ്ടാക്കി എടുക്കുന്നതാണ് ഓപ്പർച്യൂണിറ്റി. ആക്ച്വലി അത് ആദ്യം അൺസർട്ടനിറ്റിയാണ്. ഇത് അറിഞ്ഞു വരുന്ന സമയം ഓൾറെഡി ഈ ഓപ്പർച്യൂണിറ്റി ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടോ? ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഒരു പാറ്റേൺ ഇപ്പോഴും വെൽത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. വിസിബിലിറ്റി. ചിലപ്പം ലോകത്തിലെ ഏറ്റവും വലിയ അവസരം എന്ന് പറയുന്നത് ഒരുപാട് പൈസ വരുന്നത് മാത്രമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ ലോകം നമ്മളെ തിരിച്ചറിയുന്നതായിരിക്കും, നമ്മൾ ആരാണെന്ന്. നമ്മുടെ കേരളം റെഡി ആവുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു വേൾഡ് ലെവൽ പോർട്ട് നമ്മുടെ നാട്ടിൽ വന്നു. പക്ഷെ തമിഴ്നാടിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വർഷങ്ങളായിട്ട് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എക്കോസിസ്റ്റം. പോർട്ടിന് ഫേവറബിൾ ആയിട്ടുള്ള എക്കോസിസ്റ്റം. ഇത് ഒരു റേസ് ആയിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ റേസ് നമ്മൾ ഓടി തുടങ്ങുന്നതിന് മുമ്പേ തമിഴ്നാട് ഓടി തുടങ്ങിയായിരുന്നു. ആക്ച്വലി പോർട്ട് ഇനോഗ്രേറ്റ് ചെയ്ത സമയമൊന്നുമല്ല ഈ റേസ് തുടങ്ങിയത്. നമ്മുടെ മുമ്പിൽ നിന്ന ചോദ്യം ആരാദ്യം മൂവ് ചെയ്തു എന്നുള്ളതാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ ക്ലിയർ ആണ്. അവര് തന്നെയാണ് നമ്മളെക്കാട്ടി മുമ്പിൽ ആദ്യം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തത്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞത്തിന്റെ സക്സസിൽ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറീസ് ആവാൻ പോകുന്നത് കേരളം മാത്രമല്ല, നമ്മളെക്കാട്ടി ചിലപ്പോൾ തമിഴ്നാടിന് കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടിയേക്കാം. ഇത് ഗ്രൗണ്ടിലോട് നോട്ടമൊന്നും അല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇതിലെ വിന്നേഴ്സിനെ നമുക്ക് ചിലപ്പം തിരിച്ചറിയാൻ പോലും പറ്റണമെന്നില്ല. എന്താണ് ഞാൻ ഉദ്ദേശിച്ച റേസ്? ഇൻഫർമേഷൻ. ആദ്യം ഈ അവസരം ആര് മനസ്സിലാക്കുന്നു? പൊസിഷൻ. ഈ അവസരത്തിനടുത്തേക്ക് ആദ്യം ആര് മൂവ് ചെയ്യുന്നു? സ്കിൽസ്. ആര് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു? ക്യാപിറ്റൽ. ആര് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാവുന്നു? നെറ്റ്വർക്ക്. ആര് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ റെഡിയാവുന്നു? ബിസിനസ്സസ്. ഈ എക്കോസിസ്റ്റത്തിനെ സർവ് ചെയ്യാൻ പോകുന്ന ആരൊക്കെ ആയിരിക്കും? റേസ് മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഇവിടെ വിന്നിങ് എന്താണെന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ വിചാരിക്കുന്ന പോലെ കോടീശ്വരനാവുന്നോ അല്ലെങ്കിൽ ഒരു ഷിപ്പിംഗ് കമ്പനി ഓൺ ചെയ്യുന്നോ അതൊന്നും ആവണമെന്നില്ല. ബെറ്റർ ആയിട്ടുള്ള ജോലികൾ നേടുന്നത്, ചെറിയ ചെറിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്നത്, അസറ്റ് ബിൽഡ് ചെയ്യുന്നത്, കുട്ടികൾക്കായിട്ട് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റത്തിന് മുമ്പായിട്ട് നമ്മളെ പൊസിഷൻ ചെയ്യുന്നത്. ഇനി ഞങ്ങളുടെ കാലങ്ങൾ കഴിഞ്ഞ് ഇനി നിങ്ങളുടെയൊക്കെ കാലങ്ങളാണ്. ഇപ്പം അറിയാന്നുള്ളവർ ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരും 10-25 വയസ്സ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നുണ്ട്. കാരണം അവിടെ ഒരു ജോലി കിട്ടുന്നൊരു ഉറപ്പുണ്ട്. കാരണം ഒരുപാട് പേര് ജോലി അവിടെ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പഠിത്തമാണ് മെയിൻ കാരണം. ഞങ്ങളെ പ്രായത്തിൽ പഠിത്തമില്ല. ചേട്ടൻ്റെ ഇത് കഴിഞ്ഞായി. ഇനി അടുത്ത് വരും തലമുറ ഈ പോർട്ടും സംബന്ധിച്ചുള്ള രീതിയിലുള്ള കോഴ്സുകളും ടെക്നീഷ്യൻ ഇതൊക്കെ പഠിക്കാം. ജോലി സാധ്യതയായിട്ടുള്ള ടെക്നോളജി പഠിച്ചിട്ട് ഇവിടെ ഇതിലേക്ക് വരാനുള്ള സാധ്യതയായിരിക്കും ആൾക്കാർക്ക് നല്ലത്.
ഈ ഒരു അവസരം എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുമെന്ന് അറിഞ്ഞെങ്കിൽ നമ്മൾ എന്തിനു ചെയ്ത് നമ്മൾ അതുപോലെ പഠിക്കുമായിരുന്നു. അതിനുവേണ്ടി പഠിച്ച് നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചതിന് ഈ അദാനി രാജ്യത്തിന് നമ്മൾ ജോലി ചെയ്യുമായിരുന്നു. പിന്നെ നമുക്ക് വിദേശത്ത് പോകേണ്ട ആവശ്യമില്ല, ഈ കടലിൽ പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. കാരണം ഇത് അതിന്റെ അകത്താണെങ്കിൽ എല്ലാ ഹിന്ദിക്കാർ, നമ്മുടെ മലയാളികൾ ആരും ഇല്ല. കേരളം ഒന്നും കൈവയ്ക്കുന്നത് പോലെയൊന്നുമല്ല, ഇന്റർനാഷണൽ വേറെ സ്റ്റേറ്റുകാർക്ക് കൈയടക്കും. നമ്മൾ അറിഞ്ഞില്ലായിരുന്നു, ഇപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. ഇനി വരുന്ന തലമുറയ്ക്ക് അതൊരു നല്ല കാര്യമായിരിക്കും. വിഴിഞ്ഞം പോർട്ടിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോകം ഇവിടെ വന്ന് നിൽക്കാൻ പോവുകയാണ്. ഒരു സിറ്റി ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കുന്നതിനെക്കാട്ടി എത്രയോ ബെറ്റർ ആണ് ട്രേഡുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. കാരണം ഓപ്പർച്യൂണിറ്റി എപ്പോഴും റിവാർഡ് ചെയ്യുന്നത് പ്രിപ്പറേഷനാണ്. നമ്മൾ പോർട്ടിനോട് എത്ര അടുത്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ പ്രിപ്പയർഡ് അല്ല എന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി കൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നും നമുക്കില്ല. ചരിത്രം ഇത് മുമ്പും കണ്ടിട്ടുണ്ട്. ചെറിയ ചെറിയ സ്ഥലങ്ങൾ ലോകവുമായിട്ട് കണക്ട് ആവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന്. ഞാൻ ഒരിക്കലും പറയില്ല ഇത്രയും ഡെവലപ്മെന്റ് പോർട്ട് വന്നതുകൊണ്ട് മാത്രമാണ് വന്നതെന്ന്. ഈ പോർട്ട് വന്നതിന് ശേഷം അതിന് ചുറ്റുമുള്ള ആളുകളുടെ അതുമായിട്ടുള്ള റെസ്പോൺസ് ആണ് ഈ സിറ്റീസ് ഡെവലപ്പ് ആവാനുള്ള മെയിൻ റീസൺ. ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാം ചേഞ്ച് ചെയ്യാണ്. ഗവൺമെന്റും പൊളിറ്റീഷ്യൻസും കമ്പനീസിൽ നിന്നും റെസ്പോൺസിബിലിറ്റി മാറ്റിയിട്ട് വർക്കേഴ്സ്, സ്റ്റുഡന്റ്, ഇൻവെസ്റ്റേഴ്സ്, ബിസിനസ്, ഓൺടർപ്രനേഴ്സ് ഇവരിലേക്ക് റെസ്പോൺസിബിലിറ്റി ഷിഫ്റ്റ് ആവുകയാണ്. ദുബായും സിംഗപ്പൂറും പോലുള്ള സ്ഥലങ്ങൾ മാറിയ സമയത്ത് ബെനിഫിഷ്യറീസ് ഒരിക്കലും പോർട്ട് കമ്പനീസും ഗവൺമെന്റും മാത്രമല്ല, അവിടെ വർക്ക് ചെയ്തിരുന്ന ഡ്രൈവേഴ്സ്, റെസ്റ്റോറന്റ്, ലാൻഡ് ഓണേഴ്സ്, ബിൽഡേഴ്സ്, സ്മോൾ ബിസിനസ്, വർക്കേഴ്സ്, സ്റ്റുഡൻസ്, ഓൺടർപ്രനേഴ്സ് ഇവരെല്ലാവരും ബെനിഫിഷ്യറീസ് ആയിരുന്നു. അവർക്ക് വളരെയധികം സയന്റിഫിക് ആയിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിക്കണമെന്നുള്ള ഒരു വിൽ പവർ ഉണ്ടായിരുന്നു അവിടുത്തെ ഭരണാധികാരികൾ. അങ്ങനത്തെ വിൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് കാര്യവും വിജയിക്കത്തുള്ളൂ. പൊട്ടൻഷ്യൽ ഈസ് ഹ്യൂജ്. ഇപ്പം ട്രിവാൻഡ്രം, നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനുള്ള പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ ഒരു പക്ഷേ സിംഗപ്പൂരിനെക്കാളും ദുബായികളും ഒക്കെ വലുതാണ്. പക്ഷെ എതിർപ്പുകളൊക്കെ അതിജീവിച്ചുകൊണ്ട് എന്തുമാത്രം ഗംഭീരമായിട്ട് നമുക്ക് ഈ പോർട്ടിനെ വികസിപ്പിക്കാമോ അത് നമ്മുടെ ട്രിവാൻഡ്രത്തിന് മാത്രമല്ല സൗത്ത് ഇന്ത്യയുടെ തന്നെ വലിയൊരു റിസൾട്ടിനെ, വലിയൊരു ഗ്രോത്തിനെ അത് പോസിറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ശുഭാപ്തി വിശ്വാസം വയ്ക്കാം. പുതിയ ഗവൺമെന്റ് ഒക്കെ വന്ന സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാം. നമ്മുടെ മുമ്പിൽ ആക്ച്വലി നിൽക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഈ പാറ്റേൺ റിസൾട്ട്സ് വരുന്നതിന് മുമ്പ് നമ്മൾ കാണാൻ റെഡിയാണോ എന്നുള്ളതാണ്. ചോറ് തിന്നുന്ന എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവും. ഒരു പോർട്ട് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജോലി സാധ്യത കൂടുകയാണ്, ബിസിനസ് വളരുകയാണ്, ആ നാട് കുറച്ചുകൂടെ ഡെവലപ്പ് ആവുകയാണ്. ഈ വീഡിയോയിൽ ഇത്ര നേരം ഞാൻ അവസരങ്ങളെ പറ്റി പറഞ്ഞു, എങ്ങനെ പുറത്തുള്ള ആളുകൾ ഈ അവസരങ്ങളെ ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. നമ്മുടെ സാഹചര്യം എത്രത്തോളം അനുകൂലമല്ല എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു. നമുക്ക് എങ്ങനെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പറയാൻ പോവാണ്. ഓരോ ആളുകളും അവസരങ്ങളെ കാണുന്ന വേറെ വേറെ രീതിയിലാണ്. എല്ലാ അവസരങ്ങളും കൂടെ ഒറ്റ വീഡിയോയിൽ പറയുന്നത് അതത്ര ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം അത് ചിലരെ അല്ലെങ്കിൽ പലരെയും അത് ബോറടിപ്പിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്തു, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫ്രെയിം വർക്ക്. എല്ലാവർക്കും ഇതുവഴി അവർക്ക് എന്ത് ചെയ്യാം എന്നുള്ളൊരു കാര്യം കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാണ്, നിങ്ങൾക്ക് ആളുകളെയാണോ സിസ്റ്റത്തിനാണോ കൂടുതൽ ഇഷ്ടം, നിങ്ങൾക്ക് ജോലി ചെയ്യുന്നതാണോ ബിസിനസ് ചെയ്യുന്നതാണോ ഇഷ്ടം, ടെക്നോളജി ആണോ ഓപ്പറേഷൻസ് ആണോ, റിസ്ക് എടുക്കാൻ നിങ്ങൾ കംഫർട്ടബിൾ ആണോ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം ആണോ വേണ്ടത്, ഹൈ ഗ്രോത്ത് ബിസിനസ് സ്വന്തമായിട്ട് വേണമെന്നാണോ, നാട്ടിലൊക്കെ ഒരു ജോലി ചെയ്യണമെന്നാണോ, വിദേശത്ത് പോയി ഒരു ജോലി ചെയ്യണമെന്നാണോ, പാസീവ് ഇൻകം ഒക്കെ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടോ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് സോൾവ് ചെയ്യാൻ താല്പര്യം, ട്രാൻസ്പോർട്ടേഷൻ, ഹൗസിംഗ്, ഡേറ്റ, ഫുഡ്, സോഫ്റ്റ്വെയർ, ലോജിസ്റ്റിക്സ്, ട്രെയിനിങ്, ഏത് തരത്തിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഹൈ കിട്ടുന്നത്. ഈ പറഞ്ഞ എല്ലാ സ്റ്റെപ്പിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT പോകണം. ChatGPT പോയിട്ട് ഞാൻ സ്ക്രീനിൽ എവിടെയെങ്കിലും ഒരു പ്രോംപ്റ്റ് കൊടുത്തേക്കാം. ആ പ്രോംപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഉത്തരങ്ങൾ നിങ്ങൾ അതിൽ കോപ്പി പേസ്റ്റ് ചെയ്യണം. ChatGPT നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം തരും. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം വിഴിഞ്ഞത്തിൻ്റെ അവസരങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിലും ഈ പ്രോംപ്റ്റ് നിങ്ങൾക്ക് ആക്ച്വലി ഉപയോഗിക്കാം. കാരണം കേരളം ഇമ്പ്രൂവ് ആവണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നാട് ഇമ്പ്രൂവ് ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളാണ് ഇമ്പ്രൂവ് ആവേണ്ടത്, നമ്മുടെ സ്കിൽസാണ് ഇമ്പ്രൂവ് ആവേണ്ടത്. ഈ വീഡിയോയ്ക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ ഞങ്ങളുടെ ടീം ചെയ്തു എന്നുള്ളൊരു വിശ്വാസത്തിൽ, കാരണം ഇത് ഞങ്ങളുടെ ബെസ്റ്റ് വർക്കായിരിക്കും, ആ ഒരു വിശ്വാസത്തിൽ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.